എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും കൂടി ഉണ്ടല്ലോ നമ്മുടെ പാടത്ത് നമ്മൾ ആപ്പിളൊക്കെ ഉണ്ടായിരുന്ന പാടല്ലേ, അവിടെ നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ നല്ല തുലിപ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പല കളറിൽ പല ഷേപ്പിലുള്ളതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് സീസണാണ്, അതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും നല്ല ഭംഗിയിൽ പൂവിട്ട് നിൽക്കുവാണ്. നല്ല രസമുണ്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6:30 രാത്രി, വൈകുന്നേരം 6:30 കേട്ടോ. ആ സമയത്തും സൂര്യൻ ഉദിച്ച് നിൽക്കുവാണ്. ഇവിടെ ഇപ്പോൾ സൺസെറ്റ് 8:30 കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര നല്ല ചൂടോടുകൂടി സൂര്യൻ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ മരങ്ങളൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ ആകുമ്പോൾ നമുക്ക് ഈ കൊല്ലവും വന്ന് പറിക്കാം കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാ മരങ്ങളും ഈ ലൈനിലുള്ളതെല്ലാം നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഈ ലൈനിലുള്ള എല്ലാ ആപ്പിൾ മരങ്ങളും ഇപ്പം നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുവാണ്. വൈറ്റ് കളറിലുണ്ട്, പിങ്കിഷ് കളറിലുണ്ട്, നല്ല റോസ് കളറിലുണ്ട്. കാരണം എല്ലാ ആപ്പിൾ മരങ്ങളും വ്യത്യസ്തമായ ആപ്പിളുകൾ ഉണ്ടാകുന്നതായതുകൊണ്ട് പലതരത്തിലുള്ള പൂക്കളാണ്. ഇതുമേണെങ്കിൽ നന്നായിട്ട് തേനീച്ചയും ഈച്ചകളൊക്കെ നന്നായിട്ട് പാറുന്നുണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ടായിരുന്നു. കാരണം വെച്ചാൽ എല്ലാത്തിലും തേനും ഉണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പാടം കേട്ടോ. ആ പാടത്ത് നല്ല ഭംഗിയിൽ നല്ല മഞ്ഞ കളറിൽ പൂക്കളുണ്ടായി നിൽക്കുന്നത് കണ്ടോ. നമ്മുടെ നാട്ടിൽ സൂര്യകാന്തി പോലെയാണ് ഇത് കേട്ടോ. ഈ സംഭവത്തിന് ഇവിടെ പറയുന്ന റാപ്പ് സീഡ് എന്നാണ് പറയുന്നത്. റാപ്പ് സോയിലാണ് ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ കടുകണ്ണൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. മണി പോലെ ഉണ്ടാവും. അത് തല്ലിക്കൊഴിച്ചെടുത്തിട്ട് തന്നെയാണ് അവർ ഈ റാപ്പ് സീഡ് വെച്ചിട്ട് റാപ്പ് സോയിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലും ഇത് കണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിലും ജർമ്മനി, ചൈന, ജപ്പാൻ അങ്ങനെ പല രാജ്യങ്ങളിലും ഇത് ഭയങ്കരമായിട്ട് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ റാപ്പ് സോയിൽ പണ്ട് കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം മണ്ണെണ്ണ വിളക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അതേപോലെ വിളക്കിൽ ഉപയോഗിക്കാനുള്ള ഒരു എണ്ണയായിട്ടാണ് ഇവരിത് കണ്ടുപിടിച്ചിരുന്നത്. പിന്നീട് അത് ഭക്ഷ്യയോഗ്യമായിട്ട് അവരതിനെ റെഡിയാക്കി എടുത്തു കേട്ടോ. എനിവേ ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മളും ഈ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേക തരത്തിലുള്ള മണമോ വേറെ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല. നല്ല അടിപൊളി ഓയിലാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള പാം ഓയിൽ, സോയാബീൻ ഓയിൽ അതേപോലെയൊക്കെ തന്നെ ആണ് ഈ റാപ്സ് ഓയിലും. നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് ഈ പച്ചയും മഞ്ഞയുമായിട്ടുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ഏക്കർ കണക്കിന് സ്ഥലത്തേക്ക് ഇങ്ങനെ അങ്ങ് കിടക്കുന്ന കാണാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോണ്ടല്ലോ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു. നമ്മൾ നല്ല മുല്ലപ്പൂവൊക്കെ പൂക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു മണമാണ്. അതേപോലെ നല്ല തണുത്ത കാറ്റും ആ മണവും അതേപോലെ ആ വ്യൂവും എല്ലാവരും കൂടി നമുക്ക് അവിടെ ഡയറക്റ്റ് ചെന്ന് നിൽക്കുമ്പോണ്ടല്ലോ ഒരു അടിപൊളി എന്താ പറയുന്നത് നല്ലൊരു അനുഭവമായിരുന്നു അത് കേട്ടോ. അതുപോലെ ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളവിടെ വെച്ച് എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോയിലൂടെ അത് അത്ര മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളവിടെ ഡയറക്റ്റ് ചെല്ലുവാണെങ്കിൽ അതൊരു ഫീലായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആ പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം കുറേ ഷോ ഓഫ് നടത്തി, കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്